നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലഗ്രാഞ്ച് ലീനിയർ ഇക്വേഷൻ്റെ ഒരു പ്രോബ്ലം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് സോൾവ് ചെയ്തത് നമ്മൾ ഗ്രൂപ്പിംഗ് മെത്തേഡ് വെച്ചിട്ടായിരുന്നു. ഇനി നമ്മൾ ഇവിടെ ഒരു പ്രോബ്ലം നോക്കാം. സോൾവ് ആർ സെഡ് മൈനസ് എസ് വൈ ഇൻറ്റു ഡോ സെഡ് ബൈ ഡോ എക്സ്, അതായത് പി പ്ലസ് എസ് എക്സ് മൈനസ് കെ സെഡ് ഇൻറ്റു ഡോ സെഡ് ബൈ ഡോ വൈ അല്ലെങ്കിൽ ക്യൂ ഈക്വൽ ടു കെ വൈ മൈനസ് ആർ എക്സ്. ഓക്കെ, ഇത് ക്ലിയർലി ലഗ്രാഞ്ച് ലീനിയർ ഇക്വേഷൻ ആണ്. അത് കണ്ടറിയാം അല്ലേ? ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ സെഡ് പി ഓഫ് എക്സ് വൈ ഇൻറ്റു സ്മോൾ പി പ്ലസ് ക്യൂ ഇൻറ്റു ക്യാപിറ്റൽ ക്യൂ ഓഫ് എക്സ് വൈ സെഡ് ഇൻറ്റു സ്മോൾ ക്യൂ ഈക്വൽ ടു ആർ ഓഫ് എക്സ് വൈ സെഡ് എന്ന മോഡലാണ്. അതായത് ലഗ്രാഞ്ച് ലീനിയർ ഇക്വേഷന്റെ ഫോർമുലാണ്. അപ്പോൾ ഇനി നമ്മൾ ഇതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? ഇത് സോൾവ് ചെയ്യാനുള്ള നമ്മൾ അതിന്റെ സബ്സ്റ്റിറ്റ്യൂട്ടറി ഇക്വേഷൻ ആദ്യം ഫോം ചെയ്യണം. dx by p dy by q equal to dz by r ഇക്വേഷൻ നമ്മൾ ഫോം ചെയ്തു. ഇനി ഇത് സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. ലഗ്രാഞ്ച് സബ്സ്റ്റിറ്റ്യൂട്ടറി ഇക്വേഷൻ സോൾവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇനി അടുത്ത് ചെയ്യുന്നത്. അപ്പൊ അത് സോൾവ് ചെയ്യാൻ ഞാൻ രണ്ട് മെത്തേഡ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നേതായിരുന്നു ഗ്രൂപ്പിംഗ് മെത്തേഡും മറ്റൊന്ന് മൾട്ടിപ്ലയർ മെത്തേഡും. അപ്പൊ ഇവിടെ ഗ്രൂപ്പിംഗ് മെത്തേഡ് വർക്ക്ഔട്ട് ആവില്ല. അതുകൊണ്ട് നമ്മളിവിടെ ചെയ്യുന്നത് മൾട്ടിപ്ലയർ മെത്തേഡ്. അത് നമ്മൾ ഓരോ പ്രോബ്ലത്തിനും ഓരോ രീതിയിലാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ മൾട്ടിപ്ലയർ മെത്തേഡ് വെച്ചാണ് നമ്മളിവിടെ ഇത് ചെയ്യുന്നത്. അപ്പൊ നമ്മളിവിടെ എന്താണ് ഇത് ചെയ്യുന്ന മെത്തേഡ്? ചൂസ് 3 multipliers L, M, N such that LP plus MQ plus NR equal to 0. ഓക്കെ, അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എൽ ഇൻറ്റു പി, പി എന്ന് പറയുമ്പോൾ എന്താണ്? ദിസ് ആർ സെഡ് മൈനസ് എസ് വൈ പ്ലസ് എം ഇൻറ്റു ക്യൂ, ക്യൂ എന്താണ്? എസ് എക്സ് മൈനസ് കെ സെഡ് പ്ലസ് എൻ ആർ, എൻ ഇൻറ്റു കെ വൈ മൈനസ് ആർ എക്സ് ഈക്വൽ ടു 0. ഇത് 0 ആവുന്ന രീതിയിലുള്ള എൽ എം എൻ കമ്പ്യൂട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്കിനി എൽ പി പ്ലസ് എം ക്യൂ പ്ലസ് എൻ ആർ 0 ആവുന്ന എൽ എം എൻ എന്ന് പറയുന്ന മൾട്ടിപ്ലൈസ് കമ്പ്യൂട്ട് ചെയ്യണം. ഓക്കെ, അത് നമ്മൾ ട്രയൽ ആൻഡ് എറർ മെത്തേഡിലൊക്കെ ആയിട്ട് കമ്പ്യൂട്ട് ചെയ്യേണ്ടതാണ്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് എൽ ഈക്വൽ ടു കെ, എം ഈസ് ഈക്വൽ ടു ആർ, എൻ ഈക്വൽ ടു എസ്. അപ്പോൾ നമുക്കിവിടെ എൽ പി പ്ലസ് എം ക്യൂ പ്ലസ് എൻ ആർ ഈക്വൽ ടു എന്താ വരുന്നത് നോക്കാം. കെ ഇൻറ്റു പിയുടെ സ്ഥാനത്ത് ആർ സെഡ് മൈനസ് എസ് വൈ, ആർ ഇൻറ്റു എം ആർ ആയിട്ട് എടുത്തു. അപ്പോൾ എസ് എക്സ് മൈനസ് കെ സെഡ് പ്ലസ് എൻ ആർ, ആർ എന്താണ്? കെ വൈ മൈനസ് ആർ എക്സ്. ഓക്കെ, ക്യാപിറ്റൽ ആർ. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് അവസാനം 0 ആണ് കിട്ടുന്നത്. അതായത് ഈ എൽ എം എൻ്റെ സ്ഥാനത്ത് കെ ആർ എസ് വന്നു കഴിഞ്ഞാൽ എൽ പി പ്ലസ് എം ക്യൂ പ്ലസ് എൻ ആർ 0 ആകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ എൽ എം എൻ വെച്ചിട്ടുള്ള അതിന്റെ കറസ്പോണ്ടിങ് എൽ ഡി എക്സ് പ്ലസ് എം ഡി വൈ പ്ലസ് എം ഡി സെഡ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഡിഫറൻഷ്യലിക്കേഷൻ കൺസിഡർ ചെയ്യാം. അപ്പോൾ അതെന്ത് വരും? കെ ഡി എക്സ് പ്ലസ് ആർ ഡി വൈ പ്ലസ് എസ് ഡി സെഡ് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, മൾട്ടിപ്ലയർ മെത്തേഡിൽ ഓർമ്മ ഉണ്ടല്ലോ, എൽ എം എൻ കമ്പ്യൂട്ട് ചെയ്ത ശേഷം നമ്മൾ പിന്നെ അടുത്ത് കൺസിഡർ ചെയ്യേണ്ടത് എന്താണ്? എൽ ഡി എക്സ് പ്ലസ് എം ഡി വൈ പ്ലസ് എൻ ഡി സെഡ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇക്വേഷൻ ആണ്. അപ്പോൾ അത് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്നത് കെ ഡി എക്സ് പ്ലസ് ആർ ഡി വൈ പ്ലസ് എസ് ഡി സെഡ് ഈസ് ഈക്വൽ ടു 0. ഇതിൽ നിന്ന് ഞാൻ ഇതിനെങ്ങനെ മാറ്റി എഴുതാം? ഡിഫറൻഷ്യൽ ഓഫ് കെ എക്സ് പ്ലസ് ആർ വൈ പ്ലസ് എസ് സെഡ് ഈക്വൽ ടു 0. ഇതിനുള്ളിലേക്ക് എടുത്തത് തന്നെയാണ് കിട്ടുക. ഡിഫറൻഷ്യൽ ഓഫ് ദിസ് ടേം ഈക്വൽ ടു 0 മീൻ ദിസ് ഷുഡ് ബി എ കോൺസ്റ്റന്റ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. അപ്പൊ നമുക്കൊരു സൊല്യൂഷൻ കിട്ടി. യു ഓഫ് എക്സ് വൈ സെഡ് ഇസ് ഈക്വൽ ടു കെ എക്സ് പ്ലസ് ആർ വൈ പ്ലസ് എസ് സെഡ് ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. അപ്പൊ നമുക്ക് ഒരു ഇൻഡിപെൻഡന്റ് സൊല്യൂഷൻ യു ഓഫ് എക്സ് വൈ സെഡ് കിട്ടി. ഇനി നമുക്ക് അടുത്ത വീണ്ടും ഇതേപോലെ ഒരു ഇൻഡിപെൻഡന്റ് സൊല്യൂഷൻ കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ നേരത്തെ എടുത്ത എൽ എം എൻ അല്ലാത്ത വേറെ എൽ എം എൻ കമ്പ്യൂട്ട് ചെയ്യണം സച്ച് ദാറ്റ് എൽ പി പ്ലസ് എം ക്യൂ പ്ലസ് എൻ ആർ ഈക്വൽ ടു 0.
അപ്പോൾ അതിനു വേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് എൽ ഈക്വൽ ടു എൽ എന്ന് പറയുന്നത് LMN എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആവണമെന്നില്ലാതെ ഞാൻ പറഞ്ഞിട്ടായിരുന്നു. അത് ഫങ്ഷൻസ് ഓഫ് XYZ ആയിട്ട് നമുക്ക് എടുക്കാം. ഞാനിവിടെ എൽ ഈക്വൽ ടു എടുത്തിരിക്കുന്നത് എക്സ്, എം ഈക്വൽ ടു വൈ, എൻ ഈക്വൽ ടു സെഡ്. അപ്പൊ ഈ LMN വെച്ചിട്ട് LP പ്ലസ് MQ പ്ലസ് NR എന്താ വരും നോക്കൂ. എക്സ് ഇൻറ്റു RZ മൈനസ് SY പ്ലസ് വൈ ഇൻറ്റു SX മൈനസ് KZ പ്ലസ് Z ഇൻറ്റു KY മൈനസ് RX. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ അതും 0 ആണ് കിട്ടുന്നത്. അപ്പോൾ ഈ LMN വെച്ചിട്ട് നമുക്ക് LP പ്ലസ് MQ പ്ലസ് NR ഈക്വൽ ടു 0 കിട്ടുന്നുണ്ട്. ഓക്കെ, അത് കിട്ടിയ ശേഷം പിന്നെ അടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഈ LMN ഉപയോഗിച്ചിട്ട് നമ്മൾ ഏത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ കൺസിഡർ ചെയ്യണം? ദിസ് LDX പ്ലസ് MDY പ്ലസ് NDZ ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ കൺസിഡർ ചെയ്യാം. അപ്പോൾ LMN സ്ഥാനത്ത് ആ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? XDX YDY അതുപോലെ NZ ആയതുകൊണ്ട് ZDZ ഈക്വൽ ടു 0 എന്ന് വരും. അപ്പൊ അതിനെ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതിക്കൂടെ? ഡിഫറൻഷ്യൽ ഓഫ് x²/2 പ്ലസ് y²/2 പ്ലസ് z²/2 ഈക്വൽ ടു 0. കാരണം എന്താ? ഡിഫറൻഷ്യൽ ഓഫ് x²/2 എന്ത് വരും? 1/2 ഇൻറ്റു d ഓഫ് x² എന്താണ്? 2x അല്ലേ? അപ്പൊ അത് q ക്യാൻസൽ ചെയ്ത് XDX കിട്ടും അല്ലെ? ഇത് ഇങ്ങനെയാണ് കിട്ടുന്നത്. ഡിഫറൻഷ്യൽ ഓഫ് ദിസ് ടേം ഈക്വൽ ടു 0. ദിസ് ഇംപ്ലൈസ് ദിസ് ടേം ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. അപ്പൊ നമുക്ക് അടുത്ത സൊല്യൂഷൻ കിട്ടി, ഇൻഡിപെൻഡന്റ് സൊല്യൂഷൻ. V ഓഫ് XYZ is equal to x plus y²/2 plus z²/2 equal to a constant B. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ലഗ്രാഞ്ച് ഇക്വേഷന്റെ കംപ്ലീറ്റ് സൊല്യൂഷൻ എന്താണ് വരിക? കംപ്ലീറ്റ് സൊല്യൂഷൻ φ ഓഫ് uv ഈക്വൽ ടു 0. ഇങ്ങനെ uv കമ്പ്യൂട്ട് ചെയ്ത ശേഷം φ ഓഫ് uv ഈക്വൽ ടു 0 എന്നാണ് നമ്മൾ അതിന്റെ കംപ്ലീറ്റ് സൊല്യൂഷൻ ആയിട്ട് എഴുതുന്നത്. അപ്പൊ എന്ത് വരും? അത് φ ഓഫ് u എന്താ കിട്ടിയിരിക്കുന്നത്? kx പ്ലസ് ry പ്ലസ് sz v x²/2 പ്ലസ് y²/2 പ്ലസ് z²/2 ഈക്വൽ ടു 0 എന്നുള്ള അതിന്റെ കംപ്ലീറ്റ് സൊല്യൂഷൻ വരുന്നത്. നമുക്ക് അടുത്തൊരു പ്രോബ്ലം കൂടി നോക്കാം. സോൾവ് x² മൈനസ് y² മൈനസ് z² ഇൻറ്റു p പ്ലസ് 2xyq ഈക്വൽ ടു 2xz. അപ്പൊ അതിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ എന്താണ് വരുന്നത്? dx/p ഈക്വൽ ടു dy/q, q തന്നെ 2xy, dz/2xz. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ഈ പ്രോബ്ലത്തില് ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നത് ഗ്രൂപ്പിംഗ് മെത്തേഡ്, മൾട്ടിപ്ലയർ മെത്തേഡ്, അതൊക്കെ വെച്ചിട്ടുള്ള പ്രോബ്ലം ചെയ്ത്. ഇത് നമ്മളിവിടെ ഒരു ഇതിന്റെ ഇൻഡിപെൻഡന്റ് സൊല്യൂഷൻ കാണാൻ വേണ്ടി നമ്മളിവിടെ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഗ്രൂപ്പിങ്ങും മൾട്ടിപ്ലയറും രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള മെത്തേഡ്. അപ്പൊ അതിനാദ്യം ഞാൻ ഇവിടെ നമ്മളൊരു റേഷ്യോസ് ആൻഡ് പ്രൊപ്പോർഷൻസിന്റെ ഒരു പ്രോപ്പർട്ടി എല്ലാവരും ഓർമ്മിക്കുക. A/B ഈക്വൽ ടു C/D ഈക്വൽ ടു E/F ആണെങ്കിൽ this will be equal to LA plus MC plus NE divided by LB plus MD plus NF. ഇനി ഞാൻ ഇവിടെ L എടുക്കുന്നത് ടേക്ക് L ഈക്വൽ ടു X, M ഈക്വൽ ടു Y, N is equal to Z. അന്നേരം ഈ റേഷ്യോ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് വരും നോക്കൂ? dx/x² മൈനസ് y² മൈനസ് z² ഈക്വൽ ടു dy/2xy equal to dz/2xz equal to LDX എന്ന് പറയുമ്പോൾ XDX, MDY YDY, Z plus ZDZ divided by LB എന്ന് പറയുമ്പോൾ x into x² minus y² z² plus y into 2xy plus z into 2xz. That is equal to this. ഇതിന്റെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന കുറെ ടൈമുകളൊക്കെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞിട്ട് അവസാനം ഒരു എക്സ് ഡിനോമിനേറ്ററിൽ പുറത്തെടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും XDX പ്ലസ് YDY പ്ലസ് ZDZ ഈസ് ഈക്വൽ ടു x ഇൻറ്റു x² പ്ലസ് y² പ്ലസ് z². നിങ്ങളിത് സിംപ്ലിഫൈ ചെയ്ത് നോക്കണം. ഓക്കെ, നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സബ്സ്റ്റിറ്റ്യൂഷന്റെ സൊല്യൂഷൻ കാണുന്നത് ഗ്രൂപ്പിങ്ങും മൾട്ടിപ്ലയർ മെത്തേഡും രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ നേരത്തെ മൾട്ടിപ്ലയേഴ്സ് ഉപയോഗിച്ച് അതിന്റെ പുതിയൊരു റേഷ്യോ ഫോം ചെയ്തു. ഇനി ആ റേഷ്യോസ് അപ്പം ഓൾറെഡി അതിന് 3 രൂപയുടെ ഒരു പുതിയൊരു റേഷ്യോ ഇങ്ങനെ കിട്ടി. അപ്പൊ ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഇതിലെ തേർഡ് റേഷ്യോയും ഇപ്പൊ കിട്ടിയ ഈ 4th റേഷ്യോയും കൂടി ഗ്രൂപ്പ് ചെയ്യുന്നു.
അപ്പോൾ കിട്ടുമ്പോൾ ഗ്രൂപ്പ് ചെയ്ത് ഇക്വേറ്റ് ചെയ്യുമ്പോൾ dz by 2xz equal to x dx plus y dy plus z dz divided by x into x square plus y square plus z square എന്ന് കിട്ടും. അതിൽ നമ്മൾ കോമൺ ടേം ആയിട്ടുള്ള എക്സ് ക്യാൻസൽ ചെയ്ത് കളയുമ്പം dz by ആ 2നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയി dz by z is equal to 2 into x dx plus y dy plus z dz divided by x square plus y square plus z square. അതിൽ നമ്മൾ ഈ 2നെ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ 2x dx 2y dy 2z dz divided by x square plus y square plus z square കിട്ടും. ഇതിനെ നമ്മൾ ഇനി മാറ്റി എഴുതുന്നത് d of x square plus y square plus z square divided by x square plus y square plus z square. ഇനി ഇതിൽ നമ്മൾ ഇതിനെ ഈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയറിനെ യു എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പൊ നമുക്ക് എന്നിട്ട് ഡി സെഡ് ബൈ സെഡ് ഇസ് ഈക്വൽ ടു ഡി യു ബൈ യു എന്നിട്ട് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുക രണ്ട് സൈഡിലും. അപ്പൊ നമുക്ക് എന്ത് കിട്ടുന്നു? ലോഗ് സെഡ് ഈക്വൽ ടു ഇന്റഗ്രൽ 1 ബൈ യു ഡി യു എന്ത് കിട്ടും? ലോഗ് യു പ്ലസ് ഇന്റഗ്രേറ്റിംഗ് കോൺസ്റ്റന്റ് എ പ്രൈം. ഇനി ലോഗ് യുവിനെ ഈ സൈഡിലേക്ക് എടുക്കുക. അപ്പൊ ലോഗ് സെഡ് മൈനസ് ലോഗ് യു എന്ന് കിട്ടും. അതിനെ ലോഗ് സെഡ് ബൈ യു എന്ന് എഴുതാം ഈക്വൽ ടു എ പ്രൈം. ഇനി രണ്ട് സൈഡിൽ എക്സ്പോണൻഷ്യൽ എടുക്കുമ്പോൾ സെഡ് ബൈ യു ഈക്വൽ ടു ഇ റേസ്ഡ് എ പ്രൈം എന്ന് കിട്ടും. ഇ റേസ്ഡ് എ പ്രൈമിനെ എ എന്ന് എടുക്കുക. അപ്പൊ നമുക്ക് സെഡ് ബൈ യു എന്ന് പറയുന്നത് അതിന്റെ വാല്യൂ എന്തായിരുന്നു? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഈക്വൽ ടു എ. അപ്പൊ നമുക്ക് പുതിയൊരു ഇൻഡിപെൻഡന്റ് സൊല്യൂഷൻ കിട്ടി. ക്യാപിറ്റൽ യു ഓഫ് എക്സ് വൈ സെഡ് ഇസ് ഈക്വൽ ടു സെഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ. ഓക്കെ, അപ്പൊ നമുക്കൊരു ഇൻഡിപെൻഡന്റ് സൊല്യൂഷൻ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഗ്രൂപ്പിംഗ് മെത്തേഡ് വെച്ചാണ്. അപ്പൊ നമ്മളിവിടെ തന്നിരിക്കുന്ന റേഷ്യോസിൽ നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നത് സെക്കൻഡ് ആൻഡ് തേർഡ് റേഷ്യോ. സെക്കൻഡ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡി വൈ ബൈ 2xy. തേർഡ് റേഷ്യോ ഡി വൈ ബൈ 2xy. അപ്പോൾ അത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കോമൺ ടേം ആയിട്ട് വരുന്നത് 2x രണ്ട് സ്ഥലത്തുണ്ട്. അത് ക്യാൻസൽ ചെയ്യുമ്പോൾ ഡി വൈ ബൈ വൈ ഈക്വൽ ടു ഡി സെഡ് ബൈ സെഡ് എന്ന് കിട്ടും. Integrate both sides, then you will get log y equal to log z plus b prime. That is equal to log y by z. Log y minus log z. Okay. ഇങ്ങോട്ടേക്ക് എടുക്കുമ്പോൾ log of y by z equal to b prime കിട്ടും. ഇനി എക്സ്പോണൻഷ്യൽ രണ്ട് സൈഡിൽ എടുക്കുമ്പോൾ y by z is equal to e raised to b prime. ഇ റേസ്റ്റ് ബി പ്രൈമിനെ നമ്മൾ ബി എന്നുള്ള കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കുക. അപ്പൊ നമുക്ക് ഒരു ഇൻഡിപെൻഡന്റ് സൊല്യൂഷൻ കിട്ടി. വി ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു വൈ ബൈ സെഡ് എന്ന് കിട്ടി. ഓക്കെ, ഇനി നമ്മളുടെ യുവും കിട്ടി വിയും കിട്ടി. അപ്പൊ നമ്മുടെ കംപ്ലീറ്റ് സൊല്യൂഷൻ തന്നിരിക്കുന്ന ലഗ്രാഞ്ച് ഇക്വേഷന്റെ എന്താണ് വരിക? ഫൈ ഓഫ് യു വി ഈക്വൽ ടു 0. ഓക്കെ, ദാറ്റ് ഈസ് ഫൈ ഓഫ് യു എന്തായിരുന്നു? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ബൈ സെഡ് വി വൈ ബൈ സെഡ് ഈക്വൽ ടു 0. ഓക്കെ, നമുക്കൊരു പ്രോബ്ലം കൂടി നോക്കാം. സോൾവ് എക്സ് സ്ക്വയർ ഇൻറ്റു വൈ മൈനസ് സെഡ് ഇൻറ്റു പി പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു സെഡ് മൈനസ് എക്സ് ക്യൂ ഈക്വൽ ടു സെഡ് സ്ക്വയർ ഇൻറ്റു എക്സ് മൈനസ് വൈ. അപ്പൊ ഈ ലഗ്രാഞ്ച് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടി ആദ്യം അതിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ ഫോം ചെയ്യുന്നു. ഡി എക്സ് ബൈ എക്സ് സ്ക്വയർ ഇൻറ്റു വൈ മൈനസ് സെഡ് ഈക്വൽ ടു ഡി വൈ ബൈ y square into z minus x equal to dz divided by z square into x minus y. അപ്പൊ നമ്മളിതിൽ ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ യൂസ് ചെയ്യുന്ന മെത്തേഡ് മൾട്ടിപ്ലയർ മെത്തേഡാണ്. അപ്പൊ നമ്മൾ മൾട്ടിപ്ലയറിൽ സാധാരണ ചെയ്യുന്ന എന്താണ്? ഫൈൻഡ് എൽ എം എൻ സച്ച് ദാറ്റ് എൽ പി പ്ലസ് എം ക്യൂ പ്ലസ് എൻ ആർ ഈക്വൽ ടു 0. അപ്പൊ ഞാനിവിടെ ഇതിനു വേണ്ടി ചൂസ് ചെയ്തിരിക്കുന്ന എൽ എം എൻ ഇതാണ്. എൽ ഇസ് ഈക്വൽ ടു 1 ബൈ എക്സ്, എം ഇസ് ഈക്വൽ ടു 1 ബൈ വൈ, എൻ ഇസ് ഈക്വൽ ടു 1 ബൈ സെഡ്. ഇതൊക്കെ നമ്മൾ ഇൻഡ്യൂഷൻ ആയിട്ട് ചൂസ് ചെയ്യേണ്ടതാണ്. അതായത് ഇത് 0 ആവുന്ന രീതിയിൽ ഏത് എൽ എം എൻ ചൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മളത് കുറെ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് അത് കിട്ടും. അപ്പൊ നമുക്ക് ഈ എൽ എം എൻ വെച്ച് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ എൽ പി പ്ലസ് എം ക്യൂ പ്ലസ് എൻ ആർ എന്താ വരുന്നത്? 1 by x into this 1 by y into q plus 1 by z into r equal to
ഇതെല്ലാം കൂടി എക്സ്പാൻഡ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ലാസ്റ്റ് 0 ആണ് കിട്ടുന്നത്. അപ്പോൾ ഈ LMNന് LP + MQ + NR 0 വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത് എന്താ ചെയ്യേണ്ടത്? ഈ LMN വെച്ചിട്ട് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കൺസിഡർ ചെയ്ത് LDX + MDY + NDZ = 0 എന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ കൺസിഡർ ചെയ്യും. അപ്പോൾ അത് LMN ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടും 1/x dx 1/y dy + 1/z dz = 0. അതിനെ നമുക്ക് ഇങ്ങനെ മാറ്റിയതാ. ഡിഫറൻഷ്യൽ ഓഫ് log x + log y + log z = 0 എഴുതാം. കാരണം എന്താ? d of log x എന്നാണ് ഒരു 1/x dx അല്ലേ? അതേപോലെ log yന്റെ ഡിഫറൻഷ്യൽ 1/y dy. അപ്പൊ അതിനെ നമുക്ക് ഇങ്ങനെ മാറ്റി ഇതിനെ ഇങ്ങനെ മാറ്റി എഴുതാം. ഡിഫറൻഷ്യൽ ഓഫ് ദിസ് ടേം = 0 മീൻ വാട്ട്? ദിസ് ടേം = എ കോൺസ്റ്റന്റ്. ആ കോൺസ്റ്റന്റ് a പ്രൈം എടുത്തു. ഓക്കെ. log of x + log of y + log z അതിനെ നമ്മൾ ലോഗരിതത്തിന്റെ പ്രോപ്പർട്ടി പ്രകാരം log of x y z എന്നെടുക്കുക = a പ്രൈം. ഇനി രണ്ട് സൈഡിലും എക്സ്പോണൻഷ്യൽ എടുക്കുമ്പോൾ x y z = e⁻ a prime. x y z = e⁻ a prime = a കിട്ടി. അപ്പൊ നമുക്കൊരു ഇൻഡിപെൻഡന്റ് സൊല്യൂഷൻ കിട്ടി. u of x y z = x y z എന്ന് പറയുന്ന സൊല്യൂഷൻ. ഇനി ഞാൻ അടുത്ത ലഗ്രാഞ്ചിയൻ ഒരു ഇൻഡിപെൻഡന്റ് സൊല്യൂഷൻ കിട്ടാൻ വേണ്ടി ലഗ്രാഞ്ചിയൻ മൾട്ടിപ്ലയർ എടുക്കുന്നത് L = 1/x², M = 1/y², N = 1/z². അത് വെച്ചിട്ടുള്ള LP + MQ + NR കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ അതും നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി, 0 എന്നാണ് കിട്ടുക. അപ്പോൾ അത് 0 ആയതുകൊണ്ട് നമുക്ക് അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള LDX + MDY + NDZ = 0 എന്ന ഡിഫറൻഷിയേഷൻ കൺസിഡർ ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നത്? 1/x² dx + 1/y² dy + 1/z² dz = 0. അതിന് നമ്മൾ ഈ ഡിഫറൻഷ്യൽ ഓഫ് ഇങ്ങനെ എഴുതാം. 1/x കൊണ്ട് ഇന്റഗ്രൽ -1/x ആണല്ലോ വരിക. അപ്പൊ അത് -1/x - 1/y + -1/z = 0. മൈനസ് നമ്മൾ പുറത്തെടുത്ത് ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ d of 1/x + 1/y + 1/z = 0 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 1/x + 1/y + 1/z differential of this = 0 mean this term = a constant. That constant = b. അപ്പോൾ നമുക്കൊരു പുതിയ ഇൻഡിപെൻഡന്റ് സൊല്യൂഷൻ കിട്ടി. v of x y z which is equal to 1/x + 1/y + 1/z is equal to 0. Now what is the complete solution? അപ്പോൾ നമുക്ക് രണ്ട് സൊല്യൂഷൻ കിട്ടി. ഈ കംപ്ലീറ്റ് സൊല്യൂഷൻ is equal to നമ്മൾ φ of u v = 0 എന്നുള്ള മോഡലാണ് എഴുതുന്നതെങ്കിൽ φ of u എന്തായിരുന്നു നമുക്ക് കിട്ടിയത്? u is equal to xyz അല്ലേ? xyz. v എന്തപ്പോ കിട്ടിയത്? 1/x + 1/y + 1/z = 0. This is the complete solution of the given Lagrange equation. Okay.